വലിയ അത്ഭുത ശക്തിയുള്ള താപസനാണ് അഗസ്ത്യമുനി. അഗസ്ത്യനോട് മത്സരിച്ചവരാരും ജയിച്ചിട്ടില്ല. അത്രയ്ക്ക് മഹത്താണ് അദ്ദേഹത്തിന്റെ തപശക്തി. ഇന്ത്യ രാജ്യത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന വലിയ പർവ്വതമാണല്ലോ വിന്ധ്യാപർവ്വതം. പണ്ട് അതിന് ഇന്നത്തെക്കാളും തലയെടുപ്പുണ്ടായിരുന്നു. വിന്ധ്യനെ ഇന്ന് നാം കാണുന്ന സ്ഥിതിയിലാക്കിയത് അഗസ്ത്യമുനിയാണ്. നാരദമുനി വലിയ ഏഷണിക്കാരനാണല്ലോ. ഒരിക്കൽ അദ്ദേഹം വിന്ധ്യനോട് ചെന്ന് പറഞ്ഞു, ഹേ വിന്ധ്യ, സൂര്യനും ചന്ദ്രനും ചെന്ന് വണങ്ങുന്ന വമ്പനായ പർവ്വതമാണ് മഹാമേരു. അവൻ്റെ മുന്നിൽ നീ എത്ര നിസ്സാരനാണ്. നാരദൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വിന്ധ്യന് ദേഷ്യം വന്നു. മഹാമേരുവിനെ ഒന്ന് പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇങ്ങനെ പറഞ്ഞ് വിന്ധ്യൻ തൻ്റെ കൊടുമുടികൾ ആകാശം മുട്ടെ വലുതാക്കി ഉയർന്നു നിന്നു. സൂര്യനും ചന്ദ്രനും പടിഞ്ഞാറോട്ട് കടക്കാൻ വഴിയില്ലാതെയായി. സൂര്യചന്ദ്രന്മാരുടെ രശ്മി ഇല്ലാതായാൽ എന്താകും ഫലം? ലോകത്തിലാകെ കുഴപ്പമായി. അത് കണ്ട് അഗസ്ത്യൻ വിന്ധ്യനു നേരെ ചെന്നു. അത്ഭുത ശക്തിയുള്ള അഗസ്ത്യ മഹർഷിയെ കണ്ട് വിന്ധ്യൻ പേടിച്ചു. അവൻ കൊടുമുടികൾ ഒതുക്കി അഗസ്ത്യനെ വണങ്ങി. അപ്പോൾ അഗസ്ത്യ മഹർഷി പറഞ്ഞു, വിന്ധ്യ, ഞാൻ ദക്ഷിണേന്ത്യയിലേക്ക് പോവുകയാണ്. ഞാൻ മടങ്ങി വരുന്നതുവരെ നീ നിന്റെ കൊടുമുടികൾ ഒന്നും ഉയർത്താൻ പാടില്ല. ശരി. വിന്ധ്യൻ തൻ്റെ തലകളാകുന്ന കൊടുമുടികളെല്ലാം താഴ്ത്തി നിൽപ്പായി. പാവം വിന്ധ്യൻ. അവന് പിന്നെ തല ഉയർത്താൻ കഴിയാതെ പോയി. കാരണം എന്താണെന്നോ? തെക്കോട്ട് കടന്ന അഗസ്ത്യമുനി പിന്നീട് ആ വഴി തിരിച്ചു വന്നില്ല. അങ്ങനെ അഗസ്ത്യമുനി വിന്ധ്യപർവ്വതത്തെ തല കുനിപ്പിച്ച് ലോകത്തെ രക്ഷിച്ചു.